السلام عليكم ورحمة الله. السلام عليكم. السلام عليكم ورحمة الله وبركاته. ക്യാമ്പിൽ ഇങ്ങനെ ആയാൽ പോരാ കേട്ടോ, ഒന്ന് ഉഷാറായി പറ. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വആലി കുല്ലിൻ വസ്സഹബ വമൻ തബിഅഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. ബഹുമാന്യരായ മുനീസ് ഹുദവി, നൗഫൽ റഹ്മാനി അടക്കമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട SKSSFന്റെ പ്രവർത്തകന്മാരെ, അല്ലാഹു നമ്മെ ഖബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളോട് കൂടുതലൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കും. നമ്മളെപ്പോലത്തെ കഴിവുള്ള ഒരു വിഭാഗത്തെ അല്ലാഹു പടച്ചിട്ടില്ല. അല്ലാഹു നമുക്ക് ഖിലാഫത്തിന്റെ അധികാരം നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്ന സമയത്ത് മലക്കുകളോട് അല്ലാഹു പറഞ്ഞ വാക്ക് എന്താണ്? ആർക്കെങ്കിലും അറിയുമോ? അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്ന സമയത്ത് അല്ലാഹു പറഞ്ഞ വാക്ക് എന്താണ്? ഇന്നി ജാഇലുൻ ഫിൽ അർളി. അപ്പോഴറിയോ? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. എന്താ ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥം? അറിയാവുന്നവർ ഒന്ന് എഴുന്നേറ്റ് പറഞ്ഞ ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഭരണാധികാരി അല്ല. കുഴപ്പമില്ല, തെറ്റാണെങ്കിലും പറയട്ടെ, കുഴപ്പമില്ല. ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടാവണം. ഞാനൊരു പ്രഭാഷണം നടത്തി പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് നിന്ന് കിട്ടണ്ടേ? അല്ലാഹു മനുഷ്യനെ പടക്കാൻ പോകുന്ന സമയത്ത് അല്ലാഹു അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ മനുഷ്യനെ പടക്കുന്നു എന്നല്ല പറഞ്ഞത്. മറിച്ചല്ല പറഞ്ഞത് ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥം പ്രതിനിധി, പകരക്കാരൻ എന്നെല്ലാമാണ് അതിന്റെ അർത്ഥം. അല്ലാഹു എന്തല്ല പറഞ്ഞത്? നിങ്ങൾ പറ. മനുഷ്യനെ പടക്കുന്നു എന്നല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? ഖലീഫയെ പറയും. നിങ്ങൾക്ക് ശബ്ദമല്ലേ? ഖലീഫയെ പടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത്. ഖലീഫ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രതിനിധി. ഇപ്പോൾ നമ്മളൊക്കെ എന്താണ്? പ്രതിനിധികളാണ്. ആരുടെ? അല്ലാഹുവിന്റെ. അപ്പോൾ അല്ലാഹുവിന്റെ പ്രതിനിധികളായി നമ്മളെ പറഞ്ഞയച്ചതാണ് അല്ലാഹു. എന്താണ് പ്രതിനിധിയുടെ ദൗത്യം? എന്താണ്? ഇപ്പോൾ ഞാൻ ഇവിടെ ക്ലാസ് എടുക്കേണ്ട ഒരാളാണ്. എനിക്കിവിടെ വരാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ എൻ്റെ ഒരു പകരക്കാരനെ, പ്രതിനിധി ഇവിടെ വന്നാൽ അദ്ദേഹം ചെയ്യേണ്ട പണി എന്താണ്? എന്തൊരു വിഷയമാണോ എനിക്ക് നൽകിയതെങ്കിൽ ആ വിഷയം അദ്ദേഹം ഇവിടെ സമർത്ഥമായി കൈകാര്യം ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിന്റെ പണി. മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുമ്പോൾ അല്ല എന്തല്ല പറഞ്ഞത്? ഞാൻ മനുഷ്യനെ പടക്കാൻ പോകുന്നു എന്നല്ല പറഞ്ഞത്. മറിച്ച് എന്താ പറഞ്ഞത്? ഞാൻ ഖലീഫയെ പടക്കാൻ പോകുന്നു. ഖലീഫയായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ വന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ പ്രതിനിധികളായിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കൊരു പണിയുണ്ട്. എന്താണ് പണി? ആരെ പ്രതിനിധീകരിച്ചാണോ നമ്മൾ ഇവിടെ വന്നത് അവനെ സംബന്ധിച്ചുകൊണ്ട് പറയുകയും അവന് വേണ്ടി പണിയെടുക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ പണി. ശ്രദ്ധിക്കുന്നുണ്ടോ?
എന്താ ഖലീഫയുടെ പണി? ആർക്ക് പ്രതിനിധിയായിട്ടാണോ നമ്മൾ ഇവിടെ വന്നത് അവന് വേണ്ടി പണിയെടുക്കലാണ് നമ്മുടെ പ്രധാനപ്പെട്ട പണി. അവന് വേണ്ടി പണിയെടുക്കുമ്പോൾ നമ്മൾക്ക് അള്ളാഹു സ്വർഗം നൽകും. അവന് വേണ്ടി പണിയെടുക്കാതിരുന്നാൽ നമുക്ക് അള്ളാഹു സ്വർഗം തരില്ല. അതാ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്, നമ്മൾക്കെല്ലാവർക്കും വലിയ കഴിവുള്ളവരാണ്. പ്രസംഗത്തിന് കഴിവുള്ളവരുണ്ട്, ലേഖനങ്ങൾ എഴുതാൻ കഴിവുള്ളവരുണ്ട്, പലവിധ കഴിവുള്ളവരുണ്ട്. ഇപ്പോൾ ഒരു കുഞ്ഞുമോൻ ഞാനവിടെ വന്നപ്പോൾ നല്ല ഒരു പാട്ട് പാടി. ഈ രീതിയിൽ എല്ലാവർക്കും കഴിവുള്ളവരാണ്. കഴിവില്ലാത്തവരെ അള്ളാഹു സ്വർഗത്തിലേക്ക് കടത്തും. അവർ വലിയ പണി കൊടുക്കേണ്ട ആവശ്യമില്ല. അവരാരാ? കഴിവില്ലാത്തവരാരാ? ഇന്നല്ലാഹ യുഹിബ്ബുൽ അത്ഖിയാ അൽ-അസ്ഫിയാ അല്ലദീന ഇദാ ഗാബൂ ലം യുഫ്തഖദൂ വഇദാ ഹദറൂ ലം യുദ്ഔ ഖുലൂബുഹും മസാബിഹുൽ ഹുദാ. വെറുതെ തന്നെ അവർക്ക് സ്വർഗമുണ്ട്. കാരണം അവർക്ക് കഴിവില്ലാത്തവരാണ്. അവരുടെ വിശേഷണം അല്ല പറഞ്ഞത്, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലദീന ഇദാ ഗാബൂ ലം യുഫ്തഖദൂ. ആൾ ഇവിടെ സ്ഥലത്തില്ലെങ്കിൽ ആരും ആ മനുഷ്യൻ അന്വേഷിക്കൂല. വൈദാ ഹദറു, ഇവിടെ ഉണ്ടെങ്കിലോ ആളെ പരിഗണിക്കുകയില്ല. എന്തുകൊണ്ട്? ആൾക്കൊരു കഴിവില്ലാത്തവരാണ്. കഴിവില്ലാത്തവൻ അല്ലാഹു തആല സ്വർഗം കൊടുക്കും. പക്ഷെ കഴിവുള്ള ഖലീഫയായി നമുക്കുള്ള ബാധ്യത അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്. ഈ പണി നമ്മൾ എടുത്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നരകത്തിന്റെ അവകാശികളാണ്. എന്റെ ദീനിന് വേണ്ടി നീ ചെയ്തു എന്ന് ചോദിച്ചാൽ, SKSFന്റെ കുട്ടികളായ നിങ്ങളോടും എന്നോടൊക്കെ അള്ള ചോദിച്ചാൽ, എന്താണ് നിങ്ങൾ എന്റെ ദീനിന് വേണ്ടി ചെയ്തതെന്ന് ചോദിച്ചാൽ, ഞാൻ നിസ്കരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മറുപടിയാണോ? ആണോ? എന്തുകൊണ്ട് കലിമത്തു തൗഹീദിലേക്ക് കടന്നു വന്ന ഒരാൾ, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് കടന്നു വന്ന ഒരാൾ അതിന്മേൽ ഖായിമാവണമെങ്കിൽ, അതിന്മേൽ നിലനിൽക്കണമെങ്കിൽ അവന് നിസ്കാരം വേണം. ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് എന്ന മറുപടി ഒരിക്കലും അള്ളാഹു സ്വീകരിക്കൂല. എന്തുകൊണ്ട്? ഇവിടെ എല്ലാം നിസ്കരിക്കുന്നുണ്ട്, ഇത് നിസ്കരിക്കണില്ലേ? ഇത് ഉണ്ടോ? ഇല്ലേ? ഇല്ല. ഇത് നിസ്കരിക്കണുണ്ട്, ഉണ്ട്. ആ മരം നിസ്കരിക്കണുണ്ടോ? ഉണ്ടോ? എന്താ മിണ്ടാത്തത്?
നബി തങ്ങൾക്ക് കിട്ടിയത്? അല്ലല്ലോ. പ്രബോധനത്തിന്റെ മേഖലയിൽ അവിടുന്ന് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട്, ഇല്ലേ? ഇനി സമാധാനത്തിന്റെ ഒരു ജീവിതം അവിടുന്ന് കിട്ടി എന്ന് പറയുന്നത് മക്കം ഫതഹിന് ശേഷമുള്ള 2 കൊല്ലമാണ്. അത് സമാധാനം കിട്ടിയിട്ടുണ്ടോ? അതിൽ തന്നെ സമാധാനം കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോഴോ അപ്പോഴും പ്രശ്നമായിരുന്നു. എന്ത് പ്രശ്നം ഉണ്ടായത്? ഒരു പ്രശ്നം നിങ്ങൾക്ക് പറയാം, എന്തെങ്കിലും ഒന്ന്. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? സക്കാത്ത് കൊടുക്കാൻ, അതാ നിങ്ങളിങ്ങനെ പറഞ്ഞോളൂ, സക്കാത്ത് കൊടുക്കാൻ ഒരു കൂട്ടർ വിസമ്മതിച്ചു. വാദം വന്നു, അങ്ങനെ കള്ളപ്രവാചകന്മാര് കടന്നു വന്നു. സക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ചപ്പോൾ അവരോട് യുദ്ധത്തിന് വേണ്ടി പോയി ആര്? സക്കാത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങളോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു. ആര്? പറ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പോൾ തന്നെ അതിന് എതിര് നിന്നു. തുഖാത്തുലു മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂബക്കറിനോട് എതിർത്തു ആര്? ഉമർ റളിയല്ലാഹു അൻഹു. യുദ്ധം പാടില്ല. എന്തുകൊണ്ട്? അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരല്ലേ. തുഖാത്തുലു മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവർ സക്കാത്ത് കൊടുക്കുന്നില്ലെന്ന് അല്ലേ ഉള്ളൂ, പക്ഷെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവര് അല്ലേ, അവരോട് യുദ്ധത്തിന് വേണ്ടി പോകാൻ പറ്റുമോ? അവിടെ പ്രശ്നമായി, ഇല്ലേ? മറ്റു കള്ളപ്രവാചകന്മാർ രംഗത്ത് വന്നു. മുസൈലിമത്തുൽ കസ്സാബ്. അപ്പോൾ തന്നെ സിറിയയിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോവേണ്ടി വന്നു. അപ്പോൾ തന്നെ ഷാമിലേക്ക് യുദ്ധത്തിന് വേണ്ടി പോവേണ്ടി വന്നു. നബിച്ചിയായി ഒരു പെണ്ണ് കടന്നു വന്നു. അപ്പൊ ഇസ്ലാമിന്റെ ദഅവത്തിന്റെ മേഖലയിൽ പ്രയാസമില്ലാത്ത ഒരു കാലം ഉണ്ടായിട്ടില്ല. പ്രയാസമില്ലാത്തൊരു കാലം പറയും കൂട്ടരെ, പ്രയാസമില്ലാത്ത ഒരു കാലം ഉണ്ടായിട്ടേയില്ല. മക്കം ഫതഹിന് ശേഷം അല്പകാലം ആ സമാധാനം എന്ന് പറയാൻ പറ്റുകയുള്ളൂ, പക്ഷെ അതും സമാധാനം ഉണ്ടായിട്ടില്ല. ഈ ദഅവത്തിന്റെ മേഖലയിൽ എല്ലാ കാലഘട്ടത്തിലും പ്രയാസം തന്നെയാണ്. നിങ്ങൾക്കിപ്പോഴും പ്രയാസം തന്നെയായിരിക്കും. വലാ തജ്സ ലിഹാദിസത്തിൽ ലയാലി ഫമാ ലിഹവാദിസിദ്ദുന്യാ ബഖാഉ. ഏത് കാലത്തും ഒരു പ്രശ്നം കഴിയുമ്പോഴേക്ക് മറ്റൊരു പ്രശ്നം വരും. പ്രശ്നമില്ലാത്ത കാലമേ ഇല്ല. ആ കാലങ്ങളിലെല്ലാം തന്നെ ഈ പ്രയാസങ്ങൾ സഹിച്ച് അവർ ദഅവത്ത് നടത്തിയിട്ടുണ്ട്. എന്ത് നടത്തിയിട്ടുണ്ട്? പ്രബോധനം നടത്തിയിട്ടുണ്ട്. പ്രയാസം എത്രമേൽ വലിയ പ്രയാസമായിരുന്നു. അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന. നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കണമെന്ന് താല്പര്യമുണ്ടോ? ഉണ്ടോ? അല്ലാഹുവാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കങ്ങനെ താല്പര്യമുണ്ടോ? അത് വെറുതെ കടക്കുവോ? വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സത്തുഹുൽ ബഅസാഉ വദ്ദറ. മുൻഗാമികൾ സഹിച്ച ദീനീ പ്രബോധനത്തിന്റെ രംഗത്ത് അവർ സഹിച്ച ആ പ്രയാസങ്ങളൊന്നും നിങ്ങൾ സഹിക്കാതെ നിങ്ങൾ സ്വർഗത്തിൽ കടക്കുമെന്ന ഒരു ധാരണ നിങ്ങൾക്കുണ്ടോ? വേണ്ട എന്നല്ലേ. എന്താണ് അവർ സഹിച്ച പ്രയാസം? കുടുംബത്തിൽ കഞ്ഞിവെക്കാനില്ലാത്ത പ്രയാസമായിരുന്നോ? അങ്ങനെയായിരുന്നോ? അങ്ങനെയാണോ? അല്ലെങ്കിൽ അവർക്ക് നല്ല വസ്ത്രം ധരിക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നോ? പിന്നെന്തായിരുന്നു? പിന്നെന്താ? ആ കുടുംബത്തിൽ നല്ല ഇറച്ചി, നല്ല മീനൊക്കെ മേടിച്ച് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാത്ത പ്രയാസമായിരുന്നു അവർക്ക്. ആണോ? അല്ലല്ലോ. പിന്നെ എന്ത് പ്രയാസമാ? അല്ലെങ്കിൽ വീട് നല്ല ഒരു വാർക്കയുടെ വീടാക്കി മാറ്റണം, അങ്ങനത്തെ ഒരു കഴിവ് അവർക്കില്ല. ആ ഒരു പ്രയാസമായിരുന്നോ? അതുമല്ല. പിന്നെ എന്തേ? അവർക്കുണ്ടായ പ്രയാസം കലിമത്ത് തൗഹീദിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ഉണ്ടായ പ്രയാസമാണ്. അതിന്മേൽ നിൽക്കുമ്പോൾ, അതിനു വേണ്ടി പ്രബോധനം നടത്തുമ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടായി വന്നിട്ടുണ്ട്. എപ്പോഴാ ഈ ആയത്തിറങ്ങിയത്? മുൻഗാമികൾ സഹിച്ച പ്രയാസങ്ങൾ സഹിക്കാതെ നിങ്ങൾക്ക് സ്വർഗം കിട്ടുമോ എന്ന ധാരണ നിങ്ങൾക്കുണ്ടോ എന്ന് ചോദിക്കുന്ന ഈ ആയത്തിറങ്ങുന്നത് എപ്പോഴാണ്? ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു. ഒന്ന് പറ, റളിയല്ലാഹു അൻഹു. ഒന്ന് പറയും ഇഷ്ടന്മാരെ. ഖബ്ബാബ് ഇബ്നുൽ
ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു. എന്താ അദ്ദേഹത്തിന്റെ പേര്? ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു. ഈ മനുഷ്യനെ ഖുറൈശികൾ കൊണ്ടുപോയി ചുടുകയാണ്. മീൻ ചുടുന്നത് കണ്ടിട്ടില്ല നിങ്ങൾ? കണ്ടിട്ടുണ്ടോ? ഉണ്ടാ? ചുടുന്നത് കണ്ടിട്ടുണ്ടോ? ഇനി ഇല്ലെങ്കിൽ വീട്ടിൽ പോയിട്ടൊന്ന് ചുട്ടു നോക്ക്. തീക്കുണ്ടാരമുണ്ടാക്കിയിട്ട് അതിലേക്ക് ഖബ്ബാബ് റളിയല്ലാഹുവിനെ കൊണ്ടുപോയി ഇട്ടു. എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും അവസ്ഥ? നിങ്ങൾ ഈ ഒരു വിരല് തീയിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ ഇങ്ങനെ വെക്കുവോ? ആരാ വെക്കുന്ന് പറഞ്ഞ ആള്? അല്ല മജീഷ്യന്മാർ ഇവിടെ വന്നിട്ടുണ്ടോ? വെക്കൂലല്ലോ. ആർക്കാ കഴിയ? പക്ഷെ ഖബ്ബാബ് റളിയല്ലാഹുവിനെ കൊണ്ടുപോയി ചുടുകയാണ്. ആര്? ഖുറൈശികൾ കൊണ്ടുപോയി ചുടുകയാണ്. അവർ അദ്ദേഹം മരിച്ചു എന്ന് കരുതി മാറിപ്പോയി. പക്ഷേ ധാരാളം ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും ചുട്ട് ആ കരിക്കട്ടയുടെ ഭാഗമായ ആ മനുഷ്യൻ അതിന്ന് വേച്ച് മാറി ഒരു ഭാഗത്തേക്ക് മാറിക്കടന്നു. പെട്ടെന്നത് വഴി സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കടന്നു വന്നു. ആ മനുഷ്യനെ അതിന് രക്ഷപ്പെടുത്തി അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ കൊണ്ടുപോയി. അള്ളാന്റെ റസൂലിനോട് പ്രയാസം പറയുകയാ, നബിയെ ഇന്നവർ ചുട്ടു, എന്റെ ശരീരം കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് വേദന കൊള്ളുകയാണ്. അപ്പോഴാണ് അള്ളാഹ് ആയത്തിറക്കുന്നത്, ഇത് സഹിക്കാതെ, എന്റെ കലിമത്ത് തൗഹീദിന് വേണ്ടി ഇത് സഹിക്കാതെ നീ സ്വർഗത്തിൽ കടക്കുമോ എന്ന് ആയത്തിറക്കുന്നത്. വേറെ ഒരു മനുഷ്യനെ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ ചാട്ടാറുകൊണ്ട് ഉമയ്യത്തടിക്കുകയായി, വേദന കൊണ്ട് പൊളയുകയായി. ആ സമയത്ത് അൽമ വെള്ളം തരൂ, ഒരൽപ്പം വെള്ളം തരൂ, വേദന സഹിക്കാൻ കഴിയുന്നില്ല, ഒരൽപ്പം വെള്ളം തരൂ എന്ന് പറഞ്ഞ് വെള്ളത്തിന് വേണ്ടി യാചിക്കുകയാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ഈ സമയത്ത് അടിക്കുന്ന ഈ ഉമയ്യത്ത് തന്റെ വസ്ത്രം അങ്ങോട്ട് പൊക്കിയിട്ട് ഫബാല ഇലാ ഫമിഹി, മഹാനായ ബിലാലിന്റെ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തു. വെള്ളത്തിന് വേണ്ടി കേഴുന്ന മനുഷ്യന്റെ വായിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തു. ഈ പ്രയാസം ഇതിന് രക്ഷപ്പെട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഒന്ന് ഇതിനൊരു പരിഹാരത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറയുമ്പോഴാണ് ഈ ആയത്തിറങ്ങുന്നത്. ഇത് സഹിക്കാതെ ബിലാലിന്റെ കുടുംബത്തിൽ കഞ്ഞിവെക്കാനില്ലാത്ത പ്രയാസമായിരുന്നില്ല, ഖബ്ബാബിന്റെ കുടുംബത്തിൽ കഞ്ഞിവെക്കാനില്ലാത്ത പ്രയാസമായിരുന്നില്ല. ഇവരൊക്കെ സഹിച്ച പ്രയാസം കലിമത്ത് തൗഹീദിന് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി സഹിച്ച പ്രയാസമാണ്. അതുകൊണ്ട് പ്രയാസങ്ങൾക്കിടയിലും പ്രശ്നങ്ങൾക്കിടയിലും ഇനി നല്ല ഒരു നാളെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം എന്താണ്? എന്റെ കുട്ടികളായ നിങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ഓരോ ദിവസവും വരുമ്പോഴേക്ക്, ഓരോ സെക്കൻഡുകൾ വരുമ്പോഴേക്ക് ജനങ്ങൾ ഫസാദായിക്കൊണ്ടിരിക്കും. ഓരോ സെക്കൻഡുകൾ കഴിയുമ്പോഴും അടുത്ത സെക്കൻഡ് കഴിഞ്ഞുപോയ സെക്കൻഡുകളെക്കാൾ മോശപ്പെട്ട സെക്കൻഡുകളായിരിക്കും. ഇനി നല്ല നാളുകൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. ഇനി നല്ല നാളുകൾ നിങ്ങൾ പ്രതീക്ഷിക്കണ്ട, ഞാനും പ്രതീക്ഷിക്കണ്ട, നിങ്ങളും പ്രതീക്ഷിക്കണ്ട. അതൊക്കെ കഴിഞ്ഞുപോയി. ഈ പ്രയാസമുള്ള ഈ കാലയളവിൽ നേരത്തെ ഇവിടെ നമ്മുടെ സുഹൃത്ത് ഉനൈസ് ഹുദവി പറഞ്ഞതുപോലെ ഇതിനിടയിൽ ദീനിന്റെ ദഅവത്ത് നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ്. പക്ഷേ അങ്ങനെ പ്രയാസം ഉണ്ട് എന്ന് കരുതി മാളത്തിലേക്ക് ഒളിക്കേണ്ടവരാണോ നമ്മൾ? അല്ല. അതിനിടയിലും നമ്മൾ ദഅവത്തിന്റെ മേഖല നമ്മൾ തിരഞ്ഞെടുക്കണം. കാരണം എന്താണ്? ഈ ദഅവത്തിന്റെ മേഖല അവരെല്ലാം തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നമുക്ക് ഈ പറയപ്പെട്ട പരിശുദ്ധ ദീനിലേക്ക് കടന്നു വരാൻ സാധിച്ചത്. ഇന്ന് നേരത്തെ പറഞ്ഞല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുമ്പോൾ ഈ 23 കൊല്ലത്തിനിടയിൽ എത്ര സ്വഹാബത്തിനെ വാർത്തെടുത്തു പറയാൻ കഴിയുമോ? ആദ്യം വിശ്വസിച്ച ആളാരാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖദീജ ബീവി, അലി റളിയല്ലാഹു, ഇങ്ങനെ തുടങ്ങി 23 കൊല്ലം കഴിഞ്ഞപ്പോഴേക്ക് റസൂലുള്ളാഹി വഫാത്തായി പോകുമ്പോഴേക്ക്
1.5 ലക്ഷത്തോളം വരുന്ന സ്വഹാബത്തിനെ വാർത്തെടുത്തു. എത്ര? 1.5 ലക്ഷത്തോളം വരുന്ന സ്വഹാബത്ത്. ഇവരിൽ എത്ര പേരുണ്ട് മക്കയിലും മദീനയിലും സൗദി അറേബ്യയിലുമായിട്ട്? എത്ര പേരുടെ ഖബറാണ് അവിടെയുള്ളത്? മക്കയിലും മദീനയിലും സൗദി അറേബ്യയിലും ഒന്നായിട്ട് തെരഞ്ഞു നോക്കിയാൽ അവിടെ ആകെ കാണുന്ന സ്വഹാബത്തിന്റെ ഖബർ 10,000-ൽ താഴെയാണ്. എത്ര? പറകുൽ മക്കളെ, 10,000-ൽ താഴെ. ബാക്കിയുള്ള 1,40,000-ഓളം വരുന്ന സ്വഹാബത്തും എവിടെയാ? എന്താ മിണ്ടത്ത്? അവരെവിടെയാണ്? അവര് പോയി അവരെന്തു നോക്കിയില്ല? പറ. വീട് നോക്കിയില്ല, കുടുംബം നോക്കിയില്ല, നാട് നോക്കിയില്ല, ജീവനമൊന്നും നോക്കിയില്ല. നിങ്ങൾക്കൊരാൾക്കും തന്നെ സ്വന്തം നാട് വിട്ടുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ താല്പര്യമുണ്ടാവുകയില്ല. പക്ഷെ അവരൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഹജ്ജത്തുൽ വദാഇൽ പുണ്യനബിയുടെ അവസാനത്തെ ഹജ്ജ് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് പറഞ്ഞു, അലാ ഫൽയുബല്ലഗു ശാഹിദു അൽ ഗായിബ. നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ഈ സന്ദേശം നിങ്ങളെ ഇനി എത്തിക്കേണ്ടത് ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചു എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോൾ ഓരോരുത്തരും അവരുടെ ഒട്ടകം എങ്ങോട്ടാണോ തിരിഞ്ഞത് അങ്ങോട്ട് പോയി. ഒട്ടകം എങ്ങോട്ട് തിരിഞ്ഞോ അങ്ങോട്ട് പോയി. ചിലർ ചൈനയിലേക്ക് പോയി, ചിലർ തുർക്കിയിലേക്ക് പോയി, ചിലർ ഇന്ത്യയിലേക്ക് പോയി, മറ്റു ചിലർ സ്പെയിനിലേക്ക് പോയി, പല രാജ്യങ്ങളിലേക്ക് അവർ പോയി. ആരാണ് മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അബൂ അയ്യൂബ് അൽ അൻസാരിയുടെ പ്രത്യേകത എന്താണ്? അബൂ അയ്യൂബ് അൽ അൻസാരിയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്ക വിട്ടുകൊണ്ട് മദീനയിലേക്ക് വന്നപ്പോൾ ആദ്യമായി മഹാനായ നബിയുടെ ഒട്ടകം മുട്ടുകുത്തിയത് ആരുടെ വീട്ടിലാണ്? അബൂ അയ്യൂബ് അൽ അൻസാരി. അദ്ദേഹം ഏത് നാട്ടുകാരനാ? പറയും മനുഷ്യന്മാര്, മദീനക്കാരൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ഖബർ എവിടെയാ? അദ്ദേഹത്തിന്റെ ഖബർ എവിടെയാ? ഇസ്താംബൂളിലാണ്. തുർക്കിയിലെ ഇസ്താംബൂളിലെ മഹാനായ സഅദ് ഇബ്നു അബീ വഖാസിന്റെ ഖബർ. എന്തുകൊണ്ട്? പറ. മദീന വിട്ടുകൊണ്ട് പോവാൻ ആർക്കെങ്കിലും താല്പര്യപ്പെടുമോ? എന്താ മദീനയുടെ പ്രത്യേകത? മൻ മാത ഫിൽ മദീന കുൻതു ലഹു ശഫീഅൻ ഔ ശഹീദൻ യൗമൽ ഖിയാമ. മദീനയിൽ മരിച്ചവന് ഞാൻ നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് ശഫാഅത്ത് ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂൽ. എന്റെ പ്രത്യേകത? മദീനയിൽ വെച്ചുകൊണ്ട് ഒരാൾ മരിക്കുകയും മദീനയിലെ സ്വഹാബത്ത്, ആയിരക്കണക്കിന് സ്വഹാബത്തിനെ മറവ് ചെയ്ത മഹാനായ നബിയുടെ മക്കളുള്ള, അവിടുത്തെ ഭാര്യമാരുള്ള, അവിടുത്തെ ധാരാളം സ്വഹാബത്തുള്ള, അവിടുത്തെ അമ്മായിമാരുള്ള, മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഉള്ള, അങ്ങനെയുള്ള ഒട്ടനേകം പ്രഗൽഭരായ സ്വഹാബത്ത് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ജന്നത്തുൽ ബഖീഇൽ ആർക്കും താല്പര്യമുണ്ടാവുകയില്ല, താല്പര്യമില്ലാതിരിക്കുകയില്ല അവിടെ മറവ് ചെയ്യാൻ. കാരണം എന്താണ്? ജന്നത്തുൽ ബഖീഇന്റെ പ്രത്യേകത എന്താ? നിങ്ങൾ മദീനയിൽ പോയവരുണ്ടോ? ഉണ്ടവരെങ്കിൽ ഒന്നെഴുന്നേറ്റ് നിന്ന്. മദീനയിൽ പോയവരുണ്ടോ? അൽഹംദുലില്ലാ. ജന്നത്തുൽ ബഖീ കണ്ടില്ലേ? റസൂലുള്ളാഹിയുടെ റൗള കണ്ടു, മഹാനായ സിദ്ദീഖുൽ അക്ബറിന്റെ ഖബർ അവിടെ കണ്ടു, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഖബറും കണ്ടു. പിന്നീട് അല്പം അങ്ങോട്ട് മാറിയാൽ അവിടെ കാണാം ജന്നത്തുൽ ബഖീ. എന്താ ജന്നത്തുൽ ബഖീന്റെ പ്രത്യേകത? ജന്നത്തുൽ ബഖീയിൽ മറവ് ചെയ്ത ഒരാളെ അവിടെ അവർക്ക് ഭാഗ്യവാന്മാരാ. എന്തുകൊണ്ട്? നാളെ മഹ്ശറയിൽ എല്ലാവരെയും അല്ലാഹു ഹയാത്താക്കുന്ന സമയത്ത് ജന്നത്തുൽ ബഖീയിൽ മറവ് ചെയ്യപ്പെട്ട ആളുകളെ ഒരു കൊട്ടയിൽ നിന്ന് മറ്റൊരു കൊട്ടയിലേക്ക് ഈത്തപ്പഴം ചൊരിയുന്നത് പോലെ ജന്നത്തുൽ ബഖീയിൽ മറവ് ചെയ്ത ആളുകളെ അല്ലാഹു തആല സ്വർഗ്ഗത്തിലേക്ക് അങ്ങോട്ട് ചൊരിയുകയാണ് ചെയ്യുക. വലിയ ഭാഗ്യല്ലേ ഇത്? അല്ലേ? എന്താ ഇഷ്ടന്മാരെ നിങ്ങൾ പറയാത്ത? വലിയ ഭാഗ്യല്ലേ ജന്നത്തുൽ ബഖീ മറവ് ചെയ്യപ്പെട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ? പക്ഷെ ഈ ഭാഗ്യം പോലും ത്യജിച്ചുകൊണ്ട് പോയി ആര്? നിങ്ങൾ ഉറങ്ങാണാ? നിങ്ങൾ ഇവിടല്ലേ? അബൂ അയ്യൂബ് അൽ അൻസാരി ഈ ഭാഗ്യം പോലും കളഞ്ഞുകൊണ്ടുപോയി. എന്തിനു വേണ്ടി? ഈ വലിയ സൗഭാഗ്യം പോലും നഷ്ടപ്പെടുത്തിയിട്ട് പോയി. എന്തിനു വേണ്ടി പോയി? ദീനിന്റെ ദഅവത്തിന് വേണ്ടി പോയി. അവിടെ എത്തിയപ്പോഴോ ആളുകൾ, എത്ര ആളുകളാ മുസ്ലിമായത്? ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾ മുസ്ലിമാക്കാൻ കഴിഞ്ഞു. മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ്
ഏത് നാട്ടുകാരനാ? അല്ല, മക്കക്കാരനാ. സഅദ് ഇബ്നു അബീ വഖാസിന്റെ ചരിത്രം നിങ്ങൾക്കറിയില്ലേ? അപ്പോഴല്ലേ ഉമ്മ ഭക്ഷണം കഴിക്കാതിരുന്നതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലത് അല്ലേ? സഅദ് ഇബ്നു അബീ വഖാസ് മുസ്ലിമായപ്പോഴല്ലേ ഉമ്മ ഭക്ഷണം കഴിക്കാതിരുന്നതൊക്കെ? 2-3 ദിവസം ഞാൻ ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ എന്നാലും പോലും ഈ ദീനി രംഗത്തുനിന്ന് മാറിയില്ല. ആര്? പക്ഷെ സഅദ് ഇബ്നു അബീ വഖാസിന്റെ ഖബർ എവിടെയാ? ചൈനയിലാണ്. എവിടെയാ? ചൈനയിലാണ്. എന്തുകൊണ്ട്? അവർക്ക് ആ നാട് വിട്ടുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ സന്ദേശം ഇത് ഇവിടെ കൂടിയ ആളുകളൊക്കെ ഇവിടെ മാത്രം ഒതുങ്ങേണ്ട ഒന്നല്ല, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തേണ്ട ഒന്നാണ്. ആ ഒരു സന്ദേശം അവർ കൈപ്പറ്റിയപ്പോൾ മഹാന്മാരായിരിക്കുന്ന ഖുലഫാഉർ റാഷിദീങ്ങളുടെ ഭരണം കഴിഞ്ഞപ്പോഴേക്ക് സിന്ധ് മുതൽ മൊറോക്കോ വരെയുള്ള രാജ്യങ്ങൾ ഇസ്ലാമിന്റെ കീഴിലേക്ക് വന്നു. മറിച്ച് അവിടെ ഒരു ഭാഗത്ത് അവർ ഇരുന്നിരുന്നു എങ്കിൽ ഇത് കിട്ടുമോ? കിട്ടില്ല. നമ്മുടെ നാട്ടിലേക്കും വന്നു. ആര്? മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു. അവർക്ക് ആ മക്കയുടെയും മദീനയുടെയും പവർ മനസ്സിലാക്കിയിട്ട് അവിടെ തന്നെ കഴിയാതെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പോയത് ഈ സന്ദേശം കൈമാറാൻ വേണ്ടിയിട്ടാണ്. എത്ര പ്രയാസങ്ങൾ അവർ സഹിച്ചിട്ടുണ്ടാകും. പക്ഷേ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി, അതിന്റെ പ്രചരണത്തിന് വേണ്ടി വരുമ്പോൾ ആരുടെ സഹായമുണ്ടാകും? ഒരു മനുഷ്യൻ ഒറ്റക്ക് വന്നു. ഇവിടെ ഇന്ത്യയിലേക്ക് വന്നു. ആരാണാള്? അല്ല, അത് 12 ആളുമായിട്ട് വന്നതല്ലേ. അതിനുശേഷം പിന്നീട് വന്നു ഒരാൾ, ഒറ്റക്ക് വന്നു. ഖുറാസാനിയാണ് അദ്ദേഹം, റഷ്യക്കാരനാണ്. മദീനയിലേക്ക് സിയാറത്തിന് വേണ്ടി പോയതാണ്. അവിടെ എത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വപ്നത്തിലൂടെ പറഞ്ഞുകൊടുത്തു, നീ ഇവിടെ നിൽക്കേണ്ട ആളല്ല, നീ ഇന്ത്യയിലേക്ക് പോകണം. ഇന്ത്യയിൽ വന്നു. രാജസ്ഥാൻ വഴി ഇന്ത്യയിൽ വന്നു. ഇന്ന് രാജസ്ഥാനിൽ മഹാനവറുകൾ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്നു. ആരാ? അജ്മീർ ഖാജ. ശരിയാണ്, ഖാജ മുഈനുദ്ദീൻ തങ്ങൾ ഖുറാസാനിയാണ്. മദീനയിലേക്ക് സിയാറത്തിന് വേണ്ടി പോയതാണ്. പിന്നീട് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വപ്ന ദർശനത്തിലൂടെ കുഫാറുകൾ അധിവസിക്കുന്ന ഇന്ത്യയിലേക്ക് പോയിട്ട് ദഅവത്ത് നടത്താൻ അല്ലാഹുവിന്റെ റസൂൽ ആജ്ഞാപിച്ചപ്പോൾ, കൽപ്പിച്ചപ്പോൾ വന്നു. ഇന്ത്യയിലേക്ക് വന്നു. ഒറ്റയ്ക്ക് വന്നത്. ആരുടെ സഹായം? വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. സഹായമുണ്ട്. വമൻ നസ്റു ഇല്ലാ മിൻ ഇൻദില്ലാഹ്. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു. വന്നപ്പോൾ ആ ഒരൊറ്റ മനുഷ്യൻ വഫാത്താകുമ്പോഴേക്ക് 90 ലക്ഷത്തോളം വരുന്ന ആളുകൾ മുസ്ലിമായി. എത്ര? എന്താ മടി പറയാന്? 90 ലക്ഷം. ആ മനുഷ്യൻ രാജസ്ഥാനിലേക്ക് വന്നപ്പോൾ അവിടെ മുസ്ലിമായി. ആ മനുഷ്യൻ ഡൽഹിയിലേക്ക് വന്നപ്പോൾ അവിടെ മുസ്ലിമായി. അദ്ദേഹം വരുന്ന ഭാഗത്ത് മുഴുവനും മുസ്ലിമീങ്ങളായി. എന്ത്? ഇൻ തൻസുറുല്ലാഹ ഫലാ ഗാലിബ ലക്കും. അല്ലാഹുവിനെ നിങ്ങൾ സഹായിക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ അമർച്ച ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. അന്ന് രാജസ്ഥാൻ ഭരിച്ചിരുന്ന പൃഥ്വിരാജനെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ഓർമ്മ വരുന്നുണ്ടോ? അന്നത്തെ രാജാവ് പൃഥ്വിരാജൻ മഹാനായ ഖാജ തങ്ങളെ കെട്ടി മഹാനവർക്ക് നേരെ വാളോങ്ങി. പക്ഷേ പൃഥ്വിരാജൻ ഭൂമിയിലേക്ക് കണ്ടുപോയി. എന്തുകൊണ്ട്? അല്ലാഹുവിന്റെ ദീനിന്റെ ദഅവത്തിന് വേണ്ടി വരുമ്പോൾ അല്ലാഹ് സഹായിക്കും. ഇൻ തൻസുറുല്ലാഹ്, അല്ലാഹുവിനെ നിങ്ങൾ സഹായിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കുക. അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ എപ്പോഴാണ്? ദീൻ ഫസാദാകുന്ന സമയത്ത്. ദീൻ ഫസാദാകുമെന്ന് പറഞ്ഞാൽ ദീനിന്റെ ആളുകൾ ഫസാദാകുന്ന സമയത്ത്, ഇസ്ലാമിന്റെ ആളുകൾ ഫസാദാകുന്ന സമയത്ത് ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മളൊന്ന് നന്നാവണം. കുട്ടികളെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിഷമുണ്ടോ? ഉണ്ടോ? ഇല്ല, ഒന്ന് ഉറക്കെ പറയും. ആദ്യം നമ്മൾ നന്നാവണം. നമുക്ക് തന്നെ ധാരണ എന്താണ്? നമ്മൾ നന്നായത് കുറച്ച് കൂടുതലായി. ഇത്രയും നന്നാവാൻ പാടില്ലായിരുന്നു. കാരണം നമ്മൾ ചെയ്ത നന്മകളൊക്കെ അള്ളാന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുമ്പോൾ അള്ളാഹ് കുടുങ്ങും എന്ന വിശ്വാസക്കാരാണ് നമ്മൾ, അല്ലേ? അത്രത്തോളം നന്മകൾ നമ്മൾ ചെയ്തിട്ട് 2 വട്ടം തൂക്കേണ്ടി വരും. എത്ര വട്ടം? കാരണം അത്രത്തോളം വലിയ ഭാണ്ഡക്കെട്ടുമായിട്ടല്ലേ നമ്മൾ പോകുന്നത്, അല്ലേ? കാരണം എന്താ? 2 വട്ടം തൂക്കേണ്ടി വരും. കാരണം
അള്ളാന്റെ അടുക്കലുള്ള കട്ടി 50ന്റെ കട്ടിയാ. നമ്മൾ കൊണ്ടുപോകുന്ന ചാക്ക് 75ന്റെ ചാക്ക്, 100ന്റെ ചാക്ക. എന്തെന്നായാലും പറയും മനുഷ്യന്മാരെ, 2 പ്രാവശ്യം തൂക്കേണ്ടി വരും. അതുകൊണ്ട് ആ ഒരു ധാരണയാണ് നമുക്കുള്ളത്. നമ്മൾ മോശമായിട്ടുണ്ട്. എപ്പോഴാണ് നേരാവണമെന്ന് തോന്നല്? നാശമായിട്ടുണ്ട് എന്ന തിരിച്ചറിവ് വരുമ്പോൾ എനിക്ക് നേരാവണം, ഞാനൊന്ന് നന്നാവണം, ഞാൻ SKSSFന്റെ കുട്ടിയാണ്, ഇൻഷാ അല്ലാഹ് എനിക്കൊരു മാതൃകയുണ്ടാവണം, എന്നിൽ മാതൃകയുണ്ടാവണം എന്ന് തോന്നൽ വരേണ്ടത് എപ്പോഴാണ്? ഞാൻ മോശമായിട്ടുണ്ടെന്ന് തിരിച്ചറിവുണ്ടാവണം. എനിക്ക് തിരിഞ്ഞ അല്ല, നിങ്ങൾ നട്ടം തിരിയാണോ? ഞാൻ മോശമായിട്ടുണ്ടെന്ന് തിരിച്ചറിവ് നമുക്ക് വേണം. ആ തിരിച്ചറിവോടുകൂടെ നമ്മൾ നന്നാവാൻ ശ്രമിക്കുകയും നമ്മളൊന്ന് നന്നാവുകയും ചെയ്തിട്ട് പിന്നീട് ആദ്യം നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മുടെ സഹായികൾ, നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ മുഴുവനും തന്നെ നല്ല വഴിയിലേക്ക് കൊണ്ടുപോവണ്ടേ. അതിനല്ലേ ഈ ക്യാമ്പ്. കാരണം എന്താണ്? ഏറ്റവും നല്ല കൂട്ടുകാരനാരാണ്? ഏറ്റവും നല്ല കൂട്ടുകാരനാരാ? നിങ്ങൾക്ക് പറയാം. എനിക്ക് സമയം, ഞാൻ മലപ്പുറത്തെത്തേണ്ട ആളാണ്, എനിക്ക് പോവേണ്ട ആളാണ് ഞാൻ. പക്ഷെ നമ്മുടെ കുട്ടികൾ വിളിച്ചപ്പോഴെന്ന് വന്നു മാത്രമേ. ഏറ്റവും നല്ല കൂട്ടുകാരനാരാ? ആർക്കും പറയാം. എന്തു നോണാണെങ്കിലും പറയാം. ഇവിടെ ഞങ്ങളല്ലേ ഉള്ളൂ. ഇപ്പൊ നമ്മളൊരു കുടുംബമാണ്, SKSFന്റെ കുടുംബം. ഏറ്റവും നല്ല കൂട്ടുകാരനാരാ? നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുന്നവൻ. കൂട്ടുകാരനെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുന്നവനാ ഏറ്റവും നല്ല കൂട്ടുകാരൻ. അല്ല, എന്റെ ഒരു കൂട്ടുകാരൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് നല്ല തൊട്ടുകൂട്ടുന്ന ആ മൊബൈൽ എനിക്കിങ്ങനെ തന്ന്, അല്ലെങ്കിൽ വേറെ നല്ല എന്തെങ്കിലും നല്ലൊരു വാച്ച് തന്നു. ഇതാണോ ഏറ്റവും നല്ല കൂട്ടുകാരൻ? അല്ല, അതൊക്കെ നശ്വരമാണ്, നശിച്ചു പോകുന്ന സാധനമാണ്. ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണ്? തന്റെ സുഹൃത്തിനെ, തന്റെ സഹപാഠിയെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്തുന്നവന്. ആരാ? പറയും. അതുകൊണ്ടാണ് നമ്മുടെ ഏറ്റവും നല്ല കൂട്ടുകാരൻ ആരാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ മുഹമ്മദ് നബി ചെയ്തത്? നമ്മെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താനുള്ള വഴികൾ മുഴുവനും പറഞ്ഞു തന്നു. നമ്മെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താനുള്ള മുഴുവൻ വഴികളും നമുക്ക് പറഞ്ഞു തന്നു. ഏറ്റവും നല്ല കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ സഹപാഠികളെ, സുഹൃത്തുക്കളെ, അവരെ നരകത്തുനിന്ന് രക്ഷപ്പെടുത്താൻ കഴിവുള്ളവനാണ്. എന്റെ ഒരു സുഹൃത്ത് അവനൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത്, ശ്രദ്ധിക്കണേ, എന്റെ ഒരു സുഹൃത്ത് അവൻ തെറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങളത് ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും കള്ളു കുടിക്കുന്ന 10 വയസ്സായ കുട്ടികൾ കള്ളു കുടിക്കാണ് പോലും. നിങ്ങൾ കേട്ടിട്ടുണ്ടാ? ആരെങ്കിലും അങ്ങനെ കുട്ടികളെ കണ്ടിട്ടുണ്ടാ? ഇല്ല. ഹോ നിങ്ങൾ വലിയ വളവന്മാരെത്താ, നിങ്ങൾ തന്നെ വലിയ വളവന്മാര്. അങ്ങനത്തെ കുട്ടികളുണ്ട്. 11 വയസ്സായ കുട്ടികൾ, 12 വയസ്സായ കുട്ടികൾ, 15 വയസ്സായ കുട്ടികളൊക്കെ കള്ളുകുടിക്കുക. അവർ മൊബൈൽ ഫോൺ മോശപ്പെട്ട വഴിയിലേക്ക് ഉപയോഗപ്പെടുത്തുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ആദ്യം സ്വയം ഞാൻ ആദ്യം പറഞ്ഞത്, ആദ്യം സ്വയം നന്നായിട്ട് മറ്റുള്ളവരെ സൽപന്ഥാവിലേക്ക് കൊണ്ടുവരൽ നമ്മുടെ ബാധ്യതയായി. ആ ബാധ്യത നമ്മൾ നിർവഹിച്ചേ പറ്റൂ. എന്റെ ഒരു സുഹൃത്ത് അവൻ നരകത്തിൽ കടന്നതുകൊണ്ട് എനിക്കെന്ത് ലാഭമാ കിട്ടാൻ പോകുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചില്ല. എന്റെ ഒരു സുഹൃത്ത് നജീബ്, ഞാൻ അവനെ പറയാം, എന്റെ ഒരു സുഹൃത്ത് നജീബ്, അവൻ നരകത്തിൽ കടക്കുന്നത് കൊണ്ട് എന്ത് ലാഭമാ എനിക്ക് കിട്ടാൻ പോകുന്നത്? എന്തെങ്കിലും കിട്ടുമോ? ഇല്ല. മറിച്ച് അവൻ തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവനോട് സഹതപിക്കുകയാണ് വേണ്ടത്, അല്ലാതെ അവനെ അവഗണിക്കുകയല്ല വേണ്ടത്. എന്തല്ല വേണ്ടത്? മറിച്ച് എന്താ വേണ്ടത്? അവനോട് സഹതപിച്ചുകൊണ്ട് അവനെ നേരിന്റെ വഴിയിലേക്ക് കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഖലീഫയിലേക്ക് നിങ്ങളാവുകയുള്ളൂ. നമ്മളാരാണ്? നമ്മളെ എന്തായിട്ടുള്ള പറച്ചു? നിങ്ങൾക്ക് എഴുതി വച്ചിട്ടില്ലേ? ഖലീഫയായിട്ട് അല്ലാഹു തആല പടച്ചു. ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, ഞാൻ ഖലീഫയായിട്ടാ നിങ്ങളെ ഞാൻ പറഞ്ഞേക്കുന്നെന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് വേണ്ടി നമ്മൾ പണിയെടുക്കണം. അള്ളാഹ്ക്ക് വേണ്ടി പണിയെടുക്കുന്നത് എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ ആ ഇബാദുകൾ, അവർ തെറ്റുകൾ മുഴുകുന്ന സമയത്ത് അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരിക എന്ന് തന്നെയാണ് അള്ളാഹുവിന് വേണ്ടി പണിയെടുക്കുക എന്ന് പറഞ്ഞാൽ. ആ പണി നമ്മൾ എടുക്കുമ്പോഴാണ് ഖലീഫ എന്ന വാക്കിലേക്ക് നമ്മൾ അർത്ഥപൂർണമായ രീതിയിൽ അങ്ങോട്ടെത്തുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കേവലം മനുഷ്യന്മാർ മാത്രമാകും. നമ്മൾക്ക് ഒരു സ്വർഗവും കിട്ടൂല. സ്വർഗം കിട്ടുമോ?
സ്വർഗം കിട്ടൂല. എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ നിസ്കരിച്ചു എന്നുള്ള ന്യായമൊന്നും അള്ളാഹുവോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്താടാ എന്റെ ദീനു വേണ്ടി ചെയ്തത്? എന്താണടാ നീ എന്റെ ദീനു വേണ്ടി ചെയ്തത്? ഞാൻ നിസ്കരിച്ചിട്ടുണ്ട് പടച്ചോനെ, ശരിയാകോ? ഏയ്. കാരണം നിസ്കാരമില്ലാത്തൊരു വസ്തുവും ലോകത്തില്ല. ഉണ്ടോ? നിസ്കാരമില്ലാത്തൊരു വസ്തുവും ലോകത്തില്ല. ലോകത്തെ സർവ്വ വസ്തുക്കളും അല്ലാഹുവിനെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ അവകളൊന്നും എന്തല്ല? ഖലീഫയല്ല. ഖലീഫ ആരാണ്? മനുഷ്യരായ നമ്മൾ നമ്മുടെ ദൗത്യം നിർവഹിച്ചേ പറ്റൂ. മുൻഗാമികൾ ആ ദൗത്യം നിർവഹിച്ചപ്പോൾ ഈ സുന്ദരമായ ആശയത്തിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചു. നമ്മൾ ഈ ദൗത്യം നിർവഹിച്ചിട്ടില്ല എങ്കിൽ ഭാവി ഇരുളടഞ്ഞതായി മാറും. അതിന്റെ ഉത്തരവാദിത്വം നമ്മൾ തന്നെയായി മാറും. ഇനി ഇവിടെ ഉമർ ബിൻ ഖത്താബ് വരാനില്ല, ഇനി ഒരു ഉമർ ബിൻ അബ്ദുൽ അസീസ് ഇവിടെ വരാനില്ല, ഇനി ഇവിടെ ഒരു അബൂ അയ്യൂബ് അൽ അൻസാരി വരാനില്ല, ഇനി ഇവിടെയുള്ള അങ്ങനത്തെ ഖാജ മുഈനുദ്ദീൻ തങ്ങൾ വരാനില്ല. ഓരോ കാലഘട്ടത്തിലും ദീനിന്റെ ദഅവത്ത് അതത് കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നവരാണ്. അപ്പോഴാണ് നമ്മൾ എന്തായി മാറുകയുള്ളൂ? ഖൈർ ഉമ്മയാവുകയുള്ളൂ. നമ്മളെ സംബന്ധിച്ചുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ ടൈറ്റിൽ എന്താണ്? ഖൈർ ഉമ്മ. എന്താ പറഞ്ഞത്? എന്താ ഖൈർ ഉമ്മ എന്ന് പറഞ്ഞാല്? ഉത്തമ പറയും. എന്താ കുട്ടികളെ നിങ്ങൾ മിണ്ടാത്ത? നിങ്ങൾ ഉറങ്ങുകയാണ്. ഉത്തമ സമുദായം. കുന്തും ഖൈർ ഉമ്മ. നിങ്ങളാരാണ്? ഏറ്റവും ഉത്കൃഷ്ട സമൂഹമാണ്. പക്ഷെ കണ്ടീഷനുണ്ട്. എന്താ കണ്ടീഷൻ? തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ. ഇപ്പോഴേ ഖൈർ ഉമ്മയാവുകയുള്ളൂ. നിങ്ങൾ ഖൈർ ഉമ്മയാണെന്ന് പറഞ്ഞിട്ട് അല്ലാഹു തആല അവസാനിപ്പിച്ചിട്ടില്ല. സെക്കൻഡ് പാർട്ട് എന്താണ്? തഅ്മുറൂന ബിൽ മഅറൂഫി പറ വതൻഹൗന അനിൽ മുൻകർ. തഅ്മുറൂന ബിൽ മഅറൂഫ്, നല്ലതുകൊണ്ട് ആളുകളോട് ഉപദേശിക്കണം. വതൻഹൗന അനിൽ മുൻകർ, തെറ്റ് കാണുമ്പോൾ ആ തെറ്റിനെ നിങ്ങൾ വിരോധിക്കുകയും വേണം. അപ്പോഴേ നിങ്ങൾ ഏറ്റവും ഉത്കൃഷ്ട സമൂഹം എന്ന ടൈറ്റിലിലേക്ക് നിങ്ങൾ എത്തുകയുള്ളൂ. നിങ്ങൾ തന്നെ തെറ്റ് ചെയ്യുന്നു, അതോടൊപ്പം ഇനി നിങ്ങൾ തെറ്റ് ചെയ്യുന്നില്ല എങ്കിൽ മറ്റുള്ളവർ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ മൗനമായി നിങ്ങൾ അംഗീകാരം കൊടുത്താലോ, അതിനെ നിങ്ങൾ വാക്കുകൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഒന്നും നിങ്ങൾ ഇതിനെ തടയുന്നില്ല എങ്കിലോ നമ്മളതിനോട് സമരസപ്പെട്ടവരായി മാറി. പിന്നെ അവർ നമ്മൾ വല്ല വ്യത്യാസമുണ്ടോ? ഇല്ല, ഒരു വ്യത്യാസവുമില്ല. അപ്പൊ ഈ ടൈറ്റിലേക്ക് നമ്മൾ അർഹരായി മാറണം. നിങ്ങളൊക്കെ നന്നായി പഠിച്ചവര്. കേരളീയ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ SKSSF പോലത്തെ സമസ്ത പോലത്തെ സംഘടന ഇവിടെ ഉണ്ടായതാണ്. പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ഈ ഒരു ഭാഗ്യം നമുക്കല്ലാതെ ലോകത്തെവിടെയുമില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ 10, 12, 13 വർഷങ്ങളോളമായിട്ട് മക്കയിലേക്കും മദീനയിലേക്കും ആളുകളെ കൊണ്ടുപോകുന്ന ഒരാളാണ്. പക്ഷെ അവിടെ പോലും ഇതുപോലത്തെ മതം പഠിക്കുവാനോ അല്ലെങ്കിൽ ഈ രീതിയിലുള്ള സെറ്റപ്പോടുകൂടെയുള്ള സംവിധാനം മക്കയിൽ പോലും മദീനയിൽ പോലും ഇല്ല. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണ്. ഇപ്പോ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? കുഞ്ഞുമക്കൾ പറ. ജോലിക്ക് വരുന്നതൊക്കെ പറ. ബംഗാളികളിൽ ഏറിയ പങ്കും ആരാണ്? ബംഗാളികളാണ്, നോർത്ത് ഇന്ത്യക്കാരാണ്, ആസാമികൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ. പക്ഷെ അവരിൽ ഏറിയവരും ആരാണ്? മുസ്ലിങ്ങളാ. ഇന്നലെ ഞാൻ ഒരാളോട് പേര് ചോദിച്ചു, ഖൈറുൽ ഇസ്ലാം. തന്റെ പേര് പറഞ്ഞ ഖൈറുൽ ഇസ്ലാം. വേറെ ആളോട് ചോദിച്ചു റത്തീബ്. വേറെ ആൾ പറഞ്ഞു നമ്മൾ പോലും കേൾക്കാത്ത ഒരു മുഴം നീളമുള്ള പേരുകളാ. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ ഇപ്പൊ ഈ അടുത്ത ദിവസം ഒരാളോട്, ഇപ്പൊ ഏത് ടൗണിൽ പോയാലും എന്റെ കുഞ്ഞുമക്കളെ, ബംഗാളികളും ആസാം നോർത്ത് ഇന്ത്യക്കാരിലെ ജോലിക്ക് വരുന്നത്, ഒരാൾ എന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അയാളുടെ പേര് ചോദിച്ചു. അബ്കാ നാം ചോദിച്ചു. മേരാ നാം ഖാജ സലാഹുദ്ദീൻ. എന്തേ പേര് പറഞ്ഞത്? ഖാജ സലാഹുദ്ദീൻ. അപ്പൊ ഞാൻ ചോദിച്ചു, ഖാജ സലാഹുദ്ദീൻ ഏക് പർ ഫാത്തിഹ പടോ. ഒരു ഫാത്തിഹ ഓതാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു. ഒരു ഫാത്തിഹ. കുറെ നേരം മിണ്ടാതിരുന്നിട്ട്, എന്റെ കുഞ്ഞുമക്കൾ ശ്രദ്ധിക്കണം, കുറെ നേരം മിണ്ടാതിരുന്നിട്ട് ആ മനുഷ്യൻ പറയണം, മുജെ നഹി മാലൂ മേരാ ബഡാമായി ഓ മുല്ലാജി ഹേ ഉസ്കാ മാലൂ. പറഞ്ഞ മനസ്സിലായില്ല? എനിക്കറിയില്ല. മേരാ ബഡാബായി ഓ മുല്ലാജി ഹേ, എന്റെ വലിയ കാരണോല് ആളൊരു മല്ലാക്കയാണ്. ഉസ്കാമാലു ആൾക്കറിയാ. കുടുംബത്തിൽ എല്ലാവർക്കും കൂടി ഫാത്തിഹ അറിഞ്ഞോളുന്നില്ലല്ലോ. കുടുംബത്തില് എല്ലാവർക്കും കൂടി ഫാത്തിഹ അറിഞ്ഞോളുന്നില്ലല്ലോ. നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് ഫാത്തിഹ അറിയാ. ഇതാണോ കേരളത്തിന്റെ അവസ്ഥ? ഒന്ന് പറ. 1ാം ക്ലാസ്സിലേക്ക് പോവേണ്ട മക്കളെ, അല്ലാത്ത കുട്ടികൾക്ക് പോലും, 1ലേക്ക് പോവാത്ത കുട്ടികൾക്ക് പോലും മറ്റുള്ളവർ ഓതുന്നത് കേട്ടിട്ട്
പഠിക്കും. അത് ഒന്നിലേക്കാൻ കയറിയിട്ട് 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കോ ഒരു ചെറിയ മുസ്ലിയാരായി. കണ്ടില്ലേ നിങ്ങൾ? ഈ ഒരു സംവിധാനം അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു തൗഫീഖാണ്. ആ തൗഫീഖ് നമ്മൾ കളഞ്ഞു കളിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. അവർക്ക് ഇസ്ലാമിനെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞു കൊടുക്കാനോ പഠിപ്പിക്കാനോ ആളുകൾ ഇല്ല എന്നിരിക്കെ ഇവിടെ എല്ലാം പഠിക്കാനും പഠിപ്പിക്കാനും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പഠിച്ച നമ്മൾ ഇതിന്ന് വഴിതെറ്റിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവരുത്. ആ ഒരു പ്രതിജ്ഞയായിരിക്കണം. ഇൻഷാ അല്ലാഹ് SKSSFന്റെ ഈ ക്യാമ്പ് അവസാനിക്കുമ്പോഴേക്ക് ഞാൻ നിങ്ങളോട് ക്ഷോഭിച്ചിട്ടില്ലല്ലോ, ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ. പലരും ചോദിച്ചപ്പോൾ എനിക്ക് വിഷമായില്ല. ഞാനും നിങ്ങളും ഒന്നാണ്. ഞാനിവിടെ കയറി നിൽക്കുന്നു എന്നേ ഉള്ളൂ, പക്ഷെ ഞാനും നിങ്ങളും ഒന്നാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, ദഅവത്തിന്റെ മേഖല എന്ന് പറഞ്ഞാൽ അത് വിശാലമാണ്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവർ സ്വയം നന്നാകുമ്പോൾ തന്റെ കുടുംബത്തിലെ ഇത്തയെ അനുജന്മാരെ അനുജത്തികളെ വേണ്ടപ്പെട്ടവരെ ആദ്യം കുടുംബത്തിന് തുടങ്ങി എന്നിട്ട് അതോടൊപ്പം തന്നെ ചെയ്യുന്ന ഓരോ പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. നമ്മുടെ കുഞ്ഞുമക്കൾ പലപ്പോഴും നിങ്ങൾ ചോറ് വയ്ക്കലുണ്ടാ? ഇല്ലേ? അടച്ചനെ ഇവിടെ നിന്ന് ഇപ്പൊ വെച്ചു നോക്കണം, അപ്പൊ കാണാം. വയ്ക്കലില്ലേ? ഏത് കൈ കൊണ്ടാ വയ്ക്കല്? വലത്തെ കൈ കൊണ്ട്. ഏത് കൈ കൊണ്ടിട്ടാ നിങ്ങൾക്ക് വെള്ളം കുടിക്കലെന്നിട്ട്? അങ്ങനെ ഉറപ്പ് പറഞ്ഞാൽ മതിട്ടാ. ഇപ്പൊ ഈ കയ്യുമ്മ മീൻകറി കൂട്ടിയിട്ട്, മീൻകറി ഉണ്ട്, ഇപ്പൊ അതുപോലെ തന്നെ മുള്ളും കാര്യങ്ങളൊക്കെ കൂട്ടി ആകെപ്പാടങ്ങനെ മീൻ മണമൊക്കെ ഉണ്ട്. അപ്പൊ ഈ കൈ കൊണ്ട് തന്നെ നിങ്ങൾ വെള്ളം കുടിക്കാറുണ്ടാ? തുറന്നു പറ. വെള്ളം കുടിക്കാറുണ്ടാ? എന്ത് അങ്ങനെ ആരാ പറഞ്ഞ? JCB ആണെന്ന് ആരാ പഠിപ്പിച്ചത്? വലത് കൈ കൊണ്ട് ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ ഇടത്തെ കൈ കൊണ്ട് കുടിച്ചുകൊണ്ട് വലത്തെ കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം. JCB സമ്പാദനം ആരാ പഠിപ്പിച്ചത്? അങ്ങനെ ഉണ്ടാ? ഇല്ല, ഒരു കിതാബിൽ അങ്ങനൊന്നുമില്ല. ഇന്ന ശൈത്താൻ യഅ്കുലു ബിയദിഹി വയശ്റബു ബിശിമാലിഹി. അവൻ ശൈത്താനാണ് ഇടത്തെ കൈ കൊണ്ട് കുടിക്കുകയും ഇടത്തെ കൈ കൊണ്ട് തിന്നുകയും ചെയ്യുന്നത്. ഇത് ശൈത്താന്റെ പണിയാണ്. നമ്മൾ ഒരുപാട് ആളുകൾ വലത്തെ കൊണ്ട് ചോറ് വയ്ക്കും, എന്നിട്ട് മുള്ളും ഇതൊക്കെ ആ ഭാഗത്ത് വെക്കും, എന്നിട്ട് ആ കൈ കൊണ്ടിട്ട് ഈ ഗ്ലാസ് എടുത്താൽ മോശമല്ലെന്ന് വിചാരിച്ച് ഇടത്തെ കൈ കൊണ്ട് കുടിക്കും. ഞാൻ പലപ്പോഴും പല ക്യാമ്പിലും പോകുമ്പോൾ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നത് നോക്കാറില്ല. പക്ഷെ ക്യാമ്പ് ഭക്ഷണത്തിന് ശേഷമാണ് എനിക്ക് ക്ലാസ് ഉണ്ടാവാറുള്ളത്. ഞാനത് കാണാൻ കഴിഞ്ഞില്ല. ഏതായാലും ശരി, ഇതൊക്കെ നമ്മൾ ചെറിയ നിസ്സാരപ്പെട്ട വിഷയങ്ങൾ പോലും. ഇപ്പൊ പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് നമുക്ക് തേരട്ടയെ പോലെ, തേരട്ട എന്റെ നാട്ടിൽ പറയാം, തേരട്ട എന്താ പറയാ? തേരട്ട. എത്ര കാലുണ്ടതിന്? 55. ഉമ്മ 40 എന്നതിന് പേര് 40 കാലുണ്ടെന്ന് അതിന് പറയപ്പെടുന്നത്. നമുക്ക് 40 കാലൊന്നും അതിനില്ല, നമുക്കില്ലല്ലോ. പള്ളിയിലേക്ക് കയറുന്ന സമയത്ത് ഏത് കാലാ വെക്കേണ്ടത്? എന്നിട്ടെങ്കിലും ഏത് കാല വെക്കല്? ഓഹോഹോ, അലക്കകാലം തന്നെയാണല്ലേ? ഉറപ്പാ. അല്ലാഹു അല. നിസ്സാരപ്പെട്ട വിഷയങ്ങൾ പോലും നമുക്ക് 2 കാലിലുള്ളൂ. തേരട്ടെ പോലെ 40 കാലൊന്നുമില്ലല്ലോ. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ആകും ഏത് കാലാ വെക്കേണ്ടത് എന്നുള്ളത്. ആകെ പ്രയാസത്തിൽ 2 കാലുള്ളൂ, 2 കൈയുള്ളൂ. ഈ വലത്തെ കൈ കൊണ്ട് കുടിക്കാൻ വെച്ചാൽ മതി. അതേപോലെ തന്നെ വലത്തെ കാല് കൊണ്ടും വെച്ച് കയറിയാൽ മതി. പക്ഷെ ഇതൊക്കെ നമുക്കറിയാം. എന്നാലും നമ്മൾ എന്ത് ചെയ്യില്ല? പറയൂ ഇഷ്ടന്മാരെ, ചെയ്യൂല. അതാ ഞാൻ പറഞ്ഞത്, ആദ്യം സ്വയം നന്നാവണം. നമുക്ക് നന്നായത് തന്നെ കുറച്ച് കൂടുതലാണെന്ന വിചാരാണ്. അതിനൊക്കെ മാറിയിട്ട് സ്വയം നന്നായി, അവൻ ഒന്നുകൂടെ നന്നായി പിന്നീട് അവൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരിലേക്ക് നീങ്ങിയിട്ട് ദഅവത്തിന്റെ മേഖല അവൻ തെരഞ്ഞെടുക്കണം. അങ്ങനെ തെരഞ്ഞെടുത്തിട്ട് അള്ളാഹുവിലേക്ക് അവൻ നൽകുന്ന സ്വർഗം, അവൻ വാഗ്ദാനം നൽകുന്ന സ്വർഗം നമുക്ക് വാങ്ങണം. അത് വാങ്ങാൻ ഇത്തരം കാര്യങ്ങളെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നീട്ടിപ്പരുത്തിയൊന്നും പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ് കഴിയുന്നതുവരേക്കും, ഇനി അടുത്ത 1-2 സെഷനും കൂടെ എന്നറിയാൻ സാധിച്ചു. അത് കഴിയുന്നതുവരെ നിങ്ങൾ വളരെ അച്ചടക്കത്തോടുകൂടെ, വളരെ പ്രധാനപ്പെട്ടത് അച്ചടക്കമാണ് വലുത്. മുറാഅത്തുൽ ആദാബ് ഔലാ മിൻ മുറാഅത്തുൽ അഹ്കാം. നിയമങ്ങൾ പാലിക്കുന്നതിനേക്കാൾ വലുത് അദബുകൾ പാലിക്കലാണ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് സമസ്തയുടെ പൂർവീകരായ മഹാന്മാരായിരിക്കുന്ന കണ്ണിയത്തുസ്താദ് നിങ്ങൾ കേട്ടിട്ടുണ്ടാ? എന്നാ ഒന്ന് പറയാൻ. നവ്വറല്ലാഹു മർഖദ. ബഹുമാനപ്പെട്ടവര് ഒരു പള്ളിയിലേക്ക് ചെന്നു.
വാഴക്കാട്ട ജുമാഅത്ത് പള്ളിയിലേക്ക് ബഹുമാനപ്പെട്ടവർ പോയി. അത് പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ അച്ചടക്കം എത്രമേൽ ശ്രദ്ധിക്കണമെന്നതിന് വേണ്ടി ആ വാഴക്കാട്ട പള്ളിയിലേക്ക് ചെന്നപ്പോൾ അവിടെ പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഒരാൾ കയറി വന്നു ഒരു മസ്അല ചോദിച്ചപ്പോൾ ആ മനുഷ്യനോട് ശബ്ദം അല്പം പരുക്കനായി പോയി. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ അദ്ദേഹത്തോട് അല്പം ദേഷ്യപ്പെട്ടിട്ട് സംസാരിച്ചത് പള്ളിയിൽ വെച്ചുകൊണ്ടായിപ്പോയി. ആ മനുഷ്യനോട് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് ചോദിച്ചു, നിങ്ങൾ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ? ഞാൻ നിങ്ങളോട് സംസാരിച്ചതും ഈ പള്ളിയിൽ വെച്ചുകൊണ്ട് അല്പം ഉച്ചത്തിലായി പോലും പൊരുത്തപ്പെട്ടു തരുമോ? ആ മനുഷ്യൻ പറഞ്ഞു, പൊരുത്തപ്പെട്ടു തരില്ല. പൊരുത്തപ്പെടണമെങ്കിൽ എന്തു വേണം? ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനോട് പറഞ്ഞു കൊടുത്തു, ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് അസറിന് ശേഷം വാഴക്കാട്ടങ്ങാടിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പ്രാവശ്യം നടന്നിട്ട് പറയണം, കണ്ണിയത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട്, കണ്ണിയത്ത് അഹമ്മദിനാ വലിയ തെറ്റ് പറ്റിയതെന്ന് ഉറക്കെ പറയണം, എന്നാലേ ഞാൻ പൊരുത്തപ്പെട്ടു തരികയുള്ളൂ. ഒന്ന് ശബ്ദം കൂടിപ്പോയപ്പോഴേക്ക് ബഹുമാനപ്പെട്ടവര് ഒരു കറാഹത്ത് പോലും ജീവിതത്തിൽ ചെയ്യാത്ത മഹാനവറുകളാണ്. അന്ന് അസർ നിസ്കാരത്തിന് ശേഷം വാഴക്കാട്ടങ്ങാടിയിലൂടെ തെറ്റുപറ്റിയത് കണ്ണിയത്തിനാണ്, തെറ്റുപറ്റിയത് അഹമ്മദിനാണ്, തെറ്റുപറ്റിയത് അഹമ്മദ് മുസ്ലിർക്കാണ്, അയാൾക്ക് തെറ്റുപറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ കോർട്ടിലേക്ക് ഇതൊക്കെ എടുത്തു വെക്കരുത് എന്ന് പേടിച്ചുകൊണ്ട് ജീവിച്ചുപോയ മഹാന്മാരായ ആളുകളാണ് അവരൊക്കെ. അവരുടെ പിൻഗാമികളാണ് നമ്മൾ. നമുക്കും അള്ളാഹിന്റെ മുമ്പിൽ നിൽക്കണം. അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇത്തരം നമ്മൾ ചെയ്ത നന്മകൾ അള്ളാഹിന്റെ അടുക്കൽ കാണിക്കാൻ കഴിയണം. അല്ലാഹു തആല അതിന് തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട്, എന്തെങ്കിലും അപക്വമായത് എന്നിൽ നിന്ന് വന്നു പോയെങ്കിൽ സദയം ക്ഷമിക്കണമെന്ന അഭ്യർത്ഥനയോടെ ഞാൻ നിർത്തുന്നു. വആഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുഞ്ഞുമക്കൾ എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഞാൻ ഇതിന്റെ തൊട്ടടുത്ത പതിയാശ്ശേരി പള്ളിയിൽ ഖത്തീബായിട്ട് ജോലി ചെയ്യുന്നു. പേര് നജീബുർ റഹ്മാൻ ദാരിമി എന്നാണ്. എവിടെയെങ്കിലുമൊക്കെ കാണുന്ന സമയത്ത് ഉസ്താദെ, അന്ന് ചാമക്കാരിയുടെ ക്ലാസ്സിൽ ഞാനുണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആ സൗഹൃദം പുതുക്കണമെന്ന് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.